രാവിലെ തന്നെ നല്ല മഴക്കാറാണ് കേട്ടോ കാണുന്നത്. നമ്മുടെ GSB സ്റ്റോക്കിലൊക്കെ ഇതേ ഒരുപാട് മരമൊക്കെ കൊണ്ടുവന്ന് തട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് മരത്തിൻ്റെ തോലൊക്കെ പോക്കി ഇവിടത്തേക്കോ കയറ്റി അയക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്ക് ഒഴിവാക്കി കൊടുത്തു കേട്ടോ. നമ്മളെല്ലാ പരിപാടിയും ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ആയി സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ രാവിലെ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടേ. അപ്പോൾ ഇന്ന് നല്ല മഴയായിരുന്നു, രാവിലെ തന്നെ രാത്രിയൊക്കെ മഴയായിരുന്നു. അപ്പോൾ ഇന്ന് എന്താ വർക്ക് ഉണ്ടാകുമോ എന്നൊന്നും അറിയില്ല. നമ്മളെന്തായാലും നമ്മുടെ വണ്ടീൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കൾ, ഇന്ന് കാര്യമായ പണിയൊന്നുമില്ല. നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. നമ്മുടെ വണ്ടിക്ക് ഇന്ന് പണിയില്ല. അപ്പം നമ്മളിന്ന് സെൻറ്റിൻ്റെ വണ്ടിയിലാണ്. സെൻറ്റിൻ്റെ വണ്ടി അവിടുന്ന് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സാധനമായി നമുക്കിന്ന് സൈറ്റിൽ പോകണം. അപ്പോൾ സൈറ്റിൽ നിന്നാണ് ഇന്നത്തെ പണി. നമ്മുടെ JCB എന്തൊക്കെയോ അതിലോട്ട് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ ദൂരെയായിട്ട് നമ്മുടെ ലോഡർ അവിടെയുള്ള ഡസ്റ്റൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ GSB സ്റ്റോക്ക് മൊത്തം ക്ലിയറാക്കി കൊടുക്കണം. ഇവിടുത്തെ വർക്ക് മൊത്തത്തിൽ കഴിഞ്ഞതാണ്. അപ്പോൾ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഈ പ്ലാന്റിനുള്ളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല മഴക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലോഡുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ സാരഥി നമ്മുടെ സെന്റാണ്. നേരെ നമ്മൾ കുമ്പള ഭാഗത്തോട്ട് വെച്ച് പിടിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള മഴക്കാരൊക്കെ ഉണ്ട്. മഴ ഇപ്പോൾ പെയ്ത് നിന്നതേ ഉള്ളൂ. നമ്മളിവിടെ മോർത്താന പ്ലാന്റിൽ നിന്ന് ഇറങ്ങി മോർത്താന ജംഗ്ഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിതാ പോയി ഷിറിയ പാലത്തിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഷിറിയ പുഴയൊക്കെ മൊത്തം വെള്ളമായി, മൊത്തം കലങ്ങിയിട്ടാണ് കേട്ടുള്ളത്. കാരണം അത്യാവശ്യം നല്ല മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെയൊക്കെ നല്ല മഴയായിരുന്നത്. ഇപ്പം മഴയൊന്നും പെയ്യുന്നില്ല. എന്നാൽ പോലും അടുത്ത മഴക്കുള്ള ഒരുക്കപ്പാടിലാണ് നമ്മുടെ ആകാശമൊക്കെ. ഇവിടെയൊക്കെ ഇപ്പം മഴ പെയ്ത് ചോർന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ ക്യാമറയുടെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ ക്യാമറയാണ് കേട്ടോ. നമ്മുടെ ഹനുമാൻ അമ്പലത്തിന്റെ മുന്നിലായിട്ടും ഒരു ക്യാമറയുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇനിയിപ്പോൾ നമ്മുടെ റോഡിൽ ലൈന് വരുന്ന വർക്കും അതുപോലെ തന്നെ സൈഡിൽ ഫ്രഷ് ബാരിന്റെ പെയിന്റിങ്ങിന്റെ വർക്കൊക്കെ ഉണ്ട്. ഓരോ വർക്കും ഇപ്പോൾ നടന്നു വരുന്നുണ്ട് കേട്ടോ. മഴ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ വർക്ക് കുറച്ചൊന്ന് സ്ലോ ആയിട്ടുണ്ട്. സ്ലോ ആയിട്ട് എന്നല്ല, നമുക്ക് മഴ കാരണം എടുക്കാൻ പറ്റാത്തതാണ്. ഇപ്പോൾ ഇവിടെയും ഒരു ക്യാമറയുണ്ട്. ക്യാമറ വെച്ചില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് വരുന്നേ ഉള്ളൂ. നമ്മുടെ ടൈലർ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. എന്തൊക്കെയോ പണിയിലാണ്. അതേപോലെ ഇവിടെ സോയിൽ നെയിലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോയിൽ നെയിലിംഗിന്റെ ഡ്രില്ലിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെയാണ് വർക്ക്. നമ്മുടെ ഓരോ വണ്ടികൾ ഇവിടെ ലോഡൊക്കെ തട്ടുന്നത് കാണാം. നമുക്ക് ഇവിടെയാണ് പണി. നമ്മുടെ വണ്ടി ലോഡുണ്ട്. അത് തട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് മണ്ണിങ്ങനെ ലോഡ് ചെയ്ത് സൈഡിലായിട്ട് അടിക്കണം. അതേപോലെ നമ്മുടെ മറ്റൊരു വണ്ടി ഇതുവഴി കടന്നു വരുന്നുണ്ട്. നമ്മുടെ ഷിറിയ പുഴ കലങ്ങിയതുപോലെ കുമ്പളപ്പുഴയിൽ വലിയ കലക്കൊന്നുമില്ല. അത്യാവശ്യം നല്ലത് മോശമില്ലാത്ത വെള്ളമാണ്. ദൂരെയായിട്ട് കടലൊക്കെ നല്ല ശൗര്യഭാവത്തിലാണുള്ളത്. തിരയൊക്കെ അടിച്ച് മറിയുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മുടെ പോസ്റ്റ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റിന്റെ പോസ്റ്റാണ്. അപ്പം നമുക്ക് ഇവിടെയാണ് മണ്ണടിക്കേണ്ട സ്ഥലം. സൈഡിലൊക്കെ വാളി എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ലോഡ് ഇവിടെ തട്ടുന്നുണ്ട് കേട്ടോ.
നമ്മൾ മണ്ണ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ മൊത്തം ചളിക്കുളമാണ് കേട്ടോ. നമ്മുടെ ഫ്രണ്ടിലായിട്ട് ഇതേ ഒരു വണ്ടി ലോഡിങ്ങിന് വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഇറ്റാച്ച് ഇതാ ലോഡാക്കി ഇടുന്നുണ്ട്. അപ്പോൾ ഇപ്പം മഴയും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് നമ്മുടെ സെന്റ് ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെയൊക്കെയുള്ള മണ്ണൊക്കെ മാറ്റി മാറ്റി വരികയാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പം മാറ്റും, ഫുള്ളായിട്ട് എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്തായിട്ടാണ് തട്ടുന്നതൊക്കെ. ആകാശമൊക്കെ ഇപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒരു മഴക്കാറും ഒന്നുമില്ല, ചെറിയ ചെറിയ മേഘങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. പക്ഷേങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭാവങ്ങളൊക്കെ മാറും. ഇത് നമ്മുടെ സുധീഷ് ചേട്ടൻ്റെ ഇറ്റാച്ചിയാണ്. അപ്പോൾ മൂപ്പറങ്ങനെ തകൃതിയായിട്ട് വാരിക്കോരി ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, മഴ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പാലത്തിൻ്റെ അക്കരയായിട്ട് നല്ല പിടുത്തം വിട്ട മഴയാണ്. ഇങ്ങോട്ട് എത്തിയില്ല. ഇവിടെ ചെറിയ രീതിയിലുള്ള ഒരു ചാറ്റൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ലോഡ് തട്ടി അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മളിപ്പോൾ കുമ്പള പാലത്തിൻ്റെ മുകളിലാണുള്ളത്. പാലത്തിൻ്റെ നേരെ തൊട്ട് എതിർവശത്തായിട്ട് നല്ല പിടുത്തം വിട്ട മഴയാണത്. ഇവിടെയൊക്കെ മൊത്തം റോഡ് ഉണങ്ങിയിട്ടാണുള്ളത്, ആറിയിട്ടാണുള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് നല്ല മഴയായിരുന്നു. ഇവിടെയൊക്കെ നല്ല രീതിയിൽ റോഡ് നനഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നല്ല പിടുത്തം വിട്ട മഴ ഇപ്പോൾ പെയ്ത് നിന്നതേ ഉള്ളൂ. ഫ്രണ്ടിലൊക്കെ ഫുള്ളായിട്ട് റോഡ് നനഞ്ഞിട്ടാണുള്ളത്. അപ്പോഴിതാ പാലത്തിൻ്റെ ഈ വശത്തൊന്നും തീരെ മഴ പെയ്തേയില്ല. ഇവിടെയൊക്കെ മൊത്തം ഡ്രൈ ആയിട്ട് കിടക്കുകയാണ്. നമ്മുടെ കുമ്പള ടൗണിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ നല്ല രീതിയിൽ മഴ പെയ്തത്. നമ്മുടെ ഒരുപാട് വണ്ടികൾ ഇവിടുന്ന് ലോഡ് ചെയ്യാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ്. നമ്മളിത് തൊട്ടടുത്തായിട്ടാണ് കേട്ടോ മണ്ണ് തട്ടുന്നത്. അപ്പോൾ ഇവിടെ ഇതാ 3 വണ്ടി ഉണ്ട് കേട്ടോ. ഒരു വണ്ടി ലോഡായി കഴിഞ്ഞു. ഇനിയിപ്പോൾ 2 വണ്ടി ലോഡാക്കണം. അത് കഴിഞ്ഞേ നമ്മളെ വണ്ടി ലോഡാക്കുള്ളൂ. മൊത്തം പണി തന്നെയാണ്, ചളിക്കളിയാണ്. നമ്മുടെ സെന്റ് ഇത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രത്തോളം മണ്ണ് നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പം നമ്മുടെ ഇറ്റാച്ച് ചെയ്ത നമ്മുടെ വണ്ടിക്കകത്തോട്ട് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ലോഡുമായി നേരത്തെ നമ്മുടെ കുമ്പള പാലത്തിൻ്റെ അടിയിലൂടെയാണ് പോവേണ്ടത്. അപ്പം നമ്മുടെ വണ്ടി ലോഡായി. നമ്മളിതാ ലോഡ് തട്ടാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ മൊത്തം ചളിക്കുളമാണ് കേട്ടോ. നമ്മുടെ ഒരു വണ്ടി ഇതേ പാലത്തിൻ്റെ അടിയിലായിട്ട് വെയിറ്റിങ്ങിലാണ്. അപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ വണ്ടി ഇങ്ങോട്ടേക്ക് ലോഡിങ്ങിന് വേണ്ടി കയറ്റും. അപ്പം നമ്മളിതാ പാലത്തിൻ്റെ അടിയിലൂടെ ഇങ്ങനെ പോവാണ് കേട്ടോ. ഇവിടെയൊക്കെ മൊത്തം പെയിൻറ്റിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി കളർഫുള്ളായി മാറുകയാണ് നമ്മുടെ കുമ്പളപ്പാലത്തിൻ്റെ അടിവശത്ത് ഒക്കെ. ഇവിടെയൊക്കെ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിലൊക്കെ മണ്ണൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. കുറേ പോത്തും കുട്ടികളുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ മൊത്തം പോത്തും കുട്ടികളാണ്. മൊത്തം വെള്ളമാണ് റോഡൊക്കെ. അപ്പോൾ നമ്മൾ ലോഡ് തട്ടാനായിട്ട് ഇതേ സൈറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലോഡ് തട്ടി തുടങ്ങി കേട്ടോ. ഇവിടെയാണ് നമ്മൾ ലോഡ് തട്ടുന്നത്. സൈഡിലൊക്കെ നമ്മുടെ വാളിൻ്റെ പണിയൊക്കെ കഴിഞ്ഞാണ്.
അപ്പോൾ നമ്മളിതാ നായിക്കാപ്പ് പ്ലാന്റിലോട്ട് വെച്ച് പിടിക്കുകയാണ്. നമ്മുടെ ഒരു ടയർ പഞ്ചറാണ്, അപ്പോൾ അതൊന്ന് ശരിയാക്കണം. അതുപോലെ തന്നെ ഫുഡും അവിടുന്ന് കഴിക്കണം. നമ്മുടെ ഒരു റെഡി മിക്സ് വണ്ടി ഇതേ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ എവിടെയോ കോൺക്രീറ്റ് പരിപാടി ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള കാറ്റടിക്കുന്നുണ്ട്. മഴ പെയ്യാൻ വളരെയധികം സാധ്യത കൂടുതലാണിപ്പോൾ. വലിയൊരു ടൈലർ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുമ്പള പാലം കഴിഞ്ഞിട്ട് നേരെ കുമ്പള ടൗണിലോട്ട് ഇതേ സർവീസ് റോഡ് വഴിയാണ് ഇപ്പോൾ കയറി പോകുന്നത്. നമ്മുടെ മെയിൻ ഗാരേജിൽ നിന്ന് നമ്മളെ കുമ്പളയിലേക്ക് കയറുന്ന പഴയ സ്ഥലമൊക്കെ ഇപ്പോൾ ക്ലോസ് ആക്കിയിട്ടാണുള്ളത്. അപ്പോൾ ഇതുവഴിയാണ് കേട്ടോ ഇനി നമ്മുടെ വണ്ടികളൊക്കെ കുമ്പള ടൗണിലോട്ട് പ്രവേശിക്കുന്നത്. ഒരുപാട് വണ്ടികളൊക്കെ ഇവിടെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ ആളുകൾ വളരെ കുറവാണ് എന്നല്ല, പൊതുവേ കുറവാണ്. ആളുകളെക്കാളും കൂടുതൽ വണ്ടികളാണ് ഇവിടെ ഉള്ളത്. റോഡിൽ നിറച്ചും വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ വരണ്ട് കിടക്കുന്ന ഈ റോഡൊക്കെ ഇപ്പോൾ ഇനിയിപ്പം മഴ വന്ന് തകൃതിയായി നനച്ചിടും. കാരണം നല്ലൊരു മഴ നമ്മുടെ പിന്നാലെയായിട്ട് വരുന്നുണ്ട്. നമ്മുടെ സെന്റ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, മഴ ചെറുതായിട്ട് പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഗ്ലാസ് ഒക്കെ നനഞ്ഞു. നമ്മളിതാ നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റിലോട്ട് വെച്ച് പിടിക്കുകയാണ്. ഇവിടെ നല്ല അടിപൊളി റോഡായത് കൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ വെച്ചിളക്കി അങ്ങ് പോവാം. അപ്പോൾ നമ്മൾ നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ റെഡി മിക്സ് വണ്ടിയൊക്കെ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. എല്ലാ വണ്ടിക്കും ഇന്ന് കാര്യമായുള്ള പണിയൊന്നും ഇല്ല എന്ന് തോന്നുന്നു. അതേപോലെ നമ്മുടെ താറിങ് പ്ലാന്റ് ഒന്നും വർക്കിംഗ് അല്ല കേട്ടോ. ഇവിടെയൊക്കെ മൊത്തം ശാന്തമായി കിടക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലഞ്ച് ബ്രേക്കാണ്. എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. നമ്മുടെ താറിങ് പ്ലാന്റ് നല്ല ശാന്തമായി കിടക്കുന്നു. താറിങ്ങിൻ്റെ പരിപാടിയൊന്നും ഇല്ല. ഇവിടെ നമ്മുടെ വെള്ളം വണ്ടിയുടെ ടയർ കയറ്റി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് വേണം നമ്മുടെ വണ്ടിയുടെ ടയർ കയറ്റി സ്റ്റെപ്പിന് ടയർ കയറ്റി പഞ്ചറടക്കണം. ഇതാണ് അടുത്ത പരിപാടി. അതേപോലെ തന്നെ നമുക്ക് ഫുഡും കഴിക്കണം. അപ്പോൾ ദേ നമ്മുടെ ടയർ കഴിച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നിപ്പോൾ പഞ്ചർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് വരാം. അതുപോലെ തന്നെ നമ്മുടെ ബാബുവേട്ടൻ്റെ വണ്ടീൻ്റെ ടയറിൻ്റെ പണിയും ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടയറിൻ്റെ പഞ്ചറൊക്കെ അടച്ചത് കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് നല്ല പിടുത്തം വിട്ട മഴയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ടയർ കട. ഇവിടെ മൊത്തം ഓരോരോ വണ്ടികളുടെ ടയറും ട്യൂബും ഒക്കെയാണ്. ഈ വലിയ കാണുന്ന നമ്മുടെ ലോഡറിൻ്റെ ടയറാണ് കേട്ടോ. ഈ ചെറുതൊക്കെ നമ്മുടെ ടിപ്പറിൻ്റെ ടയറും. അത്യാവശ്യം നല്ല മഴയാണ്. അപ്പോൾ നമ്മുടെ ടയറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ ടയറൊക്കെ മൊത്തം പഞ്ചറൊക്കെ അടിച്ച് എല്ലാം സെറ്റാക്കി വീണ്ടും ഇതേ സൈഡിലോട്ട് പോകാൻ വേണ്ടി പോവാണ്. നമ്മുടെ സെന്റ് ഇതാ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്ലാന്റിൽ നിന്ന് ഇറങ്ങാൻ പോകണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ഗേറ്റ് പാസ് ഇവിടെ കൊടുക്കണം. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ടയർ പഞ്ചറിൻ്റെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഗേറ്റ് പാസ് കൊടുത്തത് ഇവിടെ നിന്ന് ഇറങ്ങി. മഴ ഇങ്ങനെ കനത്ത് തന്നെ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് സമയം ഒന്ന് മാറി എന്ന് വേണം പറയാൻ.
ഇപ്പം അടുത്തത് വീണ്ടും തുടങ്ങും. നമ്മുടെ സൈറ്റിൽ ഇപ്പം എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. അപ്പം നമ്മുടെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ ബാബുവേട്ടൻ്റെ വണ്ടി ഇതേ ടയറൊക്കെ മാറ്റി സൈഡിലോട്ട് പോകുന്ന കാണാം. ഇവിടെയൊക്കെ ഇപ്പം മഴ പെയ്ത് തോർന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ സൈറ്റിലെത്തിയിട്ടുണ്ട്. ഇതേ നമ്മുടെ ഇറ്റാച്ചി ഇവിടുന്ന് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴയൊക്കെ പെയ്ത മൊത്തം ചളിയായി കേട്ടോ. അപ്പോൾ നമ്മുടെ സുധീഷ് ചേട്ടൻ തകൃതിയായിട്ടുള്ള ലോഡിങ് തന്നെയാണ്. ഈ കാണുന്നതൊക്കെ മൊത്തം കണ്ടൽക്കാടുകളാണ് കേട്ടോ. നമ്മളെ കുമ്പള ഭാഗത്താണ് അധികവും കണ്ടൽക്കാടുള്ളത്. അതേപോലെ നമ്മുടെ ഒരു വണ്ടി ഇവിടെ വന്ന് വെയിറ്റിങ്ങിലായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോഴിതാ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിലായിട്ട് ഇതേ നമ്മുടെ ഒരു വണ്ടിയും വെയിറ്റിങ്ങിലാണ്. അപ്പം നമ്മൾ വീഡിയോ മൊത്തം എടുക്കുന്നത് നമ്മുടെ ഇതേ ഫോണിൽ നിന്നാണ് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. നമ്മൾ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഫോണിൽ നിന്ന് തന്നെയാണ്. ആകാശമൊക്കെ നല്ല രീതിയിൽ കനത്ത് വരികയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, വണ്ടി ലോഡായി. അപ്പോഴേക്കും നല്ല ഇടിവെട്ട് മഴയാണ് ഇവിടെ പെയ്യുന്നത്. മൊത്തം ഇരുണ്ട് മൂടിക്കെട്ടി നല്ല ഹെവി റെയിനാണ് കേട്ടോ. സമയം ഇപ്പം ഏതാണ്ട് 4:30 ആയിട്ടുണ്ട്. അപ്പം 4:30ക്കുള്ളൊരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. മൊത്തം വണ്ടിയൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് മുകളിൽ കൂടെ പോകുന്നത്. അത്യാവശ്യം നല്ല ഇരുട് വന്നിട്ടുണ്ട്. കനത്ത മഴ തന്നെയാണ്. അപ്പം നമ്മളിപ്പോഴും വർക്കിൽ തന്നെയാണ് കേട്ടോ. ഇവിടെയൊക്കെ മൊത്തം ചളി കുളമായിട്ടാണുള്ളത്. പാലത്തിന്റെ മുകളിൽ നിന്നൊക്കെ ഇതേ വെള്ളം വരുന്ന നോക്കി. മഴയായാലും വേലായാലും നമ്മുടെ ഓരോ വണ്ടികളും ദേ ഇപ്പോഴും വർക്കിൽ തന്നെയാണ്. മൊത്തം ഫോഗൊക്കെ വന്ന് മൂടി കേട്ടോ. ഇതേ ദൂരെയായിട്ട് നമ്മുടെ ഇറ്റാച്ച് ഇപ്പോഴും ലോഡിങ്ങിൽ തന്നെയാണ്. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള മഴ തന്നെയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇനി അവിടെ നിന്നാലും പണിയെടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ഹെവി ആയിട്ടുള്ള മഴയാണ് പെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ റൂമിലോട്ട് വെച്ച് പിടിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ പൊസോട്ടല്ല മംഗൾപാടി പാലത്തിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. നേരെ ഉപ്പളയായിട്ട് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്.